ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ആദർശ് അനിയോട് പറയുന്നുണ്ട്, ഇനിയും നന്ദുവിനെ കാണാൻ ശ്രമിച്ചാൽ നിന്റെ കരണത്ത് അടിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ആര് എന്നെ കരണത്തടിച്ചാലും എനിക്ക് നന്ദുവിനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ഞാൻ എത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ കാരണക്കാരനായ വേണുവിനെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറയേണ്ട താമസം. ഫ്രണ്ട്സ് എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ വേണുവിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയാണ്. വേണുവിനെ നന്നായിട്ടങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ രേവതിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. ഏതായാലും 3 പേര് ഹെൽമെറ്റൊക്കെ വെച്ച് ഇടിച്ചത് കൊണ്ട് വേണുവിനും രേവതിക്കും ആളെ അങ്ങ് മനസ്സിലാവുന്നൊന്നുമില്ല. എങ്കിലും അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ നന്ദുവാണെന്ന്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിൽ അങ്ങനെ രാവിലെ മുത്തശ്ശിയും മുത്തശ്ശനും എണീറ്റ് അങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയന ബെഡ് കോഫിയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശ നയനയോട് പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. നന്ദുവിനെ ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ SI ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ നായനക്ക് വളരെയധികം അങ്ങ് സന്തോഷമാവുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു. ആർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതല്ല, പക്ഷേ മോളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയുടെ വീടാണ്. നന്ദു പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട്, പുറത്തേക്കൊക്കെ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണുന്ന കൂട്ടത്തിൽ നീ അനിയെ കാണാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കനക നന്ദുവിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ സെലക്ഷൻ കിട്ടിയ കാര്യം നയനമോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നന്ദുവിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മൂർത്തി സാർ ചില്ലറക്കാരനൊന്നും അല്ല അല്ലേ അമ്മേ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ ആർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് നിനക്ക് ദൂരെയുള്ള ഒരു സ്റ്റേഷനിൽ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയെങ്കിൽ ആദർശ് തന്ന ഈ വീട്ടിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുമാത്രമല്ല, ദൂരെയാണെങ്കിൽ നീയും അനിയും തമ്മിൽ കാണാനും ചാൻസ് കുറവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, ഇപ്പോഴത്തേക്ക് എനിക്ക് ആ വക ചിന്തയൊന്നുമില്ല. അതോർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ടതില്ല. അനിയെ കണ്ടാലോ അവന് മുഖം കൊടുക്കാതെ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നന്ദുവിന് ഈ സ്റ്റേഷനിൽ തന്നെ SI സെലക്ഷൻ കിട്ടി. അത് കേട്ട് ദേവേനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അവൾക്ക് ചേർന്ന് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. അത് സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കലി തുള്ളിക്കൊണ്ട് അനാമിക വരുന്നുണ്ട്. എന്തിനാ വേറെ നോക്കുന്നത്? ഇവിടെ തന്നെ ഇല്ലേ ഒരു ചെക്കൻ, അവനെ തന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് കൊടുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്നേരം അനാമിക പറയുന്നുണ്ട്, എല്ലാം ഇവൾക്കറിയാം. എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇവളുടെ അനിയത്തിയും ഫ്രണ്ട്സും കൂടി ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി അച്ഛനെയും അമ്മയെയും തല്ലി ചതച്ചു. അവനെ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് അവൾ ഈ തീർക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. അപ്പോൾ അവർ കണ്ടുപിടിക്കുമല്ലോ യഥാർത്ഥ പ്രതി ആരാണെന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് ചവിട്ടിക്കുലുക്കിക്കൊണ്ട് അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ അനി ഇരിക്കുന്നുണ്ട്. അനിയെ കണ്ടപ്പോൾ അനാമിക പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നല്ല സന്തോഷമായി കാണും അല്ലേ, നന്നായി ചിരിക്കട എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ചുമ്മാ ഇരുന്നിങ്ങനെ ചിരിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിന്റെ തലയ്ക്കകത്താ എന്തോ ഒരു കുഴപ്പമുള്ളത്, നീ കൊണ്ടുപോയി ചികിത്സിക്കുക എന്ന് പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിന്റെ കാമുകി എൻ്റെ വീട്ടിൽ കയറി അച്ഛനെയും അമ്മയെയും തല്ലി. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നന്ദു വീട്ടിൽ കയറി തല്ലിയെന്നോ? അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, തല്ലി കിട്ടിയത് നന്നായി എന്നായിരിക്കും നിന്റെ മനസ്സിൽ എന്ന് എനിക്കറിയാമിടാ. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നോട് വഴക്കടിക്കാതെ നീ നിൻ്റെ വീട്ടിലേക്ക് ചെല്ലി എന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ്, അച്ഛനും അമ്മയ്ക്കും അടിപറ്റി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന ചിന്ത പോലും നിനക്ക് ഇല്ലല്ലോ അനി. അപ്പോൾ അനി പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല. ഇതിൻ്റെ പേരിൽ നീ എന്നെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചോ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ലടാ, ഞാൻ അങ്ങനെയൊന്നും നിന്നെ വിട്ടുപോകില്ല. എന്നിട്ട് വേണം നിനക്ക് അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരാനെന്ന് പറയുകയാണ്.
അവളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി തന്നെ ഞാനിവിടെ പിടിച്ച് നിൽക്കുമെടാ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കയ്യിലൊക്കെ കെട്ടൊക്കെ വെച്ച് കെട്ടി നിൽക്കുന്ന വേണുവിനെയാണ്. രണ്ടുപേരുടെയും മുഖമൊക്കെ ചതഞ്ഞിട്ടുണ്ട്. രേവതി അനാമികയോട് പറയുന്നുണ്ട്, എന്ത് തല്ലിയത് എന്നറിയാവോ മോളെ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നമുക്കിത് കേസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, കേസ് കൊടുക്കാനൊന്നും പറ്റില്ല മോളെ. അങ്ങനെ കേസ് കൊടുത്താൽ നമ്മൾ ചെയ്ത ചതികളൊക്കെ അവളുമാര് വിളിച്ചു പറയും. പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥാനവും കാണുകയില്ല. അത് ശരിയാ മോളെ. ഇക്കണക്കിന് അവൾ ക്യാമ്പിൽ നിന്ന് പുറത്തായിരുന്നുവെങ്കിൽ ഞങ്ങൾ രണ്ടിനെയും അവൾ തല്ലിക്കൊന്നേനെ എന്ന് പറയുന്നുണ്ട്. ആര്? നമ്മുടെ വേണു. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏതായാലും ഇത് അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. നമുക്കൊരു വക്കീലിനെ കണ്ടിട്ട് ഇതിൻ്റെ നിയമവശമൊക്കെ ചോദിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.